എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ രുചികരമായിട്ടുള്ളതും കേരളത്തിൻ്റെ തനതായ രുചിയുമായ പരിപ്പ് കറിയാണ് വിഷയം. നമ്മുടെ പരിപ്പ് കറിയാണോ വലിയ സംഭവം എന്ന് വിചാരിക്കരുത്, വലിയ സംഭവം തന്നെയാണ്. ഞാൻ ഈ തയ്യാറാക്കി കാണിക്കുന്നത് പോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി അത് സ്വയമായിട്ട് നമുക്ക് പരീക്ഷിച്ച് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പ് കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തുവർ ദാലാണ് എടുക്കുന്നത്. ഒരുപാട് നല്ല റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സമയമുള്ളപ്പോൾ ഒന്ന് പോയി നോക്കുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഈ പരിപ്പ് നന്നായിട്ട് കഴുകാം നമുക്ക്. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് പ്രഷർ കുക്കറിനകത്തേക്ക് ഇടാം. അതിലേക്ക് ചോപ്ഡ് കറി ലീവ്സ്, വേഗം വെന്ത് കിട്ടാനായിട്ട് ഒരു വറ്റൽമുളക്, ഉപ്പ്, മഞ്ഞൾ, ഒരു നുള്ള് കായം, ഒരല്പം വെളിച്ചെണ്ണ. ഇതെന്തിനാന്ന് വെച്ചാൽ പരിപ്പ് വെന്ത് കഴിയുന്ന ഉടനെ അത് തെറിച്ച് അടപ്പിലൊന്നും സ്പ്ലാഷ് ആവത്തില്ല. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത്, ഏകദേശം ഉപ്പ് വേണം ഇപ്പോഴേ, എങ്കിലേ ആ പരിപ്പിന് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. പക്ഷേ ഈ പരിപ്പ് വേകുമ്പം ഇതിന് ഇച്ചിരി ഒരു ഉപ്പൊക്കെ പിടിച്ച് പരിപ്പ് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉപ്പും കായവും മഞ്ഞളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വിസിൽ വരട്ടെ. ഇതിന് 2 വിസിൽ വന്നു. ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി അതിൻ്റെ ഗ്യാസ് മുഴുവൻ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ആവശ്യമുള്ള തേങ്ങ, 4 കൊച്ചുള്ളി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടു, അല്പം ജീരകം കൂടി പോകരുത്, നമ്മുടെ ടേസ്റ്റ് അതങ്ങ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും. 1 കപ്പിനുള്ള ലിസ്റ്റ് കറക്റ്റായിട്ട് ഞാൻ തന്നേക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പരിപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ചോ അളവിനകത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വ്യത്യാസം വരുത്തിയാൽ മതി. അതിലേക്ക് ഒരു 3-4 കറിവേപ്പില, ഒരു തണ്ട് ഫുള്ള് വേണ്ട. നമ്മൾ പരിപ്പ് വേകാൻ ഉപ്പിട്ടതാണ്, പക്ഷേ അരപ്പെപ്പോഴും അരയ്ക്കുമ്പോൾ ഒരല്പം ഉപ്പിടണം. അതുകൊണ്ട് ഒരു ശകലം ഉപ്പിട്ടു. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച്, തേങ്ങ നമ്മൾ ഗ്രൈൻഡറിൽ മിക്സിക്കകത്ത് അരയ്ക്കുകയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതാണ് നല്ലത്. കല്ലിലാണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഒക്കെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. മഞ്ഞൾ ഇതിനകത്ത് ഇനി ഇടണ്ട. മഞ്ഞൾ ഓൾറെഡി നമ്മൾ പരിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല മഷി പോലെ അരയണം പരിപ്പ് കറിക്ക്. എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഇതേ മുളകിടാതാണ് അരച്ചത്, കാന്താരി ഇടണമായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രധാന സംഭവം. അത് ഞാൻ അങ്ങ് വിട്ടുപോയി. കാന്താരിയാണ് ഞാൻ അരയ്ക്കുന്നത്. ഇത് പച്ച കാന്താരിയായിരുന്നു. ഇങ്ങനെ ഫ്രിഡ്ജിനകത്തൊക്കെ ഇരുന്ന് ഇച്ചിരി ഉണങ്ങിപ്പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഗൗരവം ഒരു ശകലവും കുറയുന്നില്ല. പച്ച കാന്താരി നിങ്ങൾ അരച്ചാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് ഒന്നുകൂടെ അരയ്ക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ റെസിപ്പിക്ക് നിങ്ങൾ വെളുത്തുള്ളി ഇടരുത്. ചുവന്നുള്ളിയും ജീരകവും മാത്രം അരച്ച് ബാക്കി കാര്യങ്ങളും ചേർത്ത് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ആ കറിയുടെ വ്യത്യാസം മനസ്സിലാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു കാര്യം കാണിക്കട്ടെ. ഇത് കണ്ടോ, ഇതിൻ്റെ ടോപ്പ് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, പരിപ്പ് സ്പ്ലാഷ് ചെയ്യില്ല നമ്മൾ വെളിച്ചെണ്ണ അതിലൊഴിച്ചാൽ. അപ്പോൾ അതൊക്കെ ഒരു കുക്കിംഗ് ടിപ്പാണ്, ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം പരിപ്പ് വെന്തോന്ന് നോക്കട്ടെ. നല്ലപോലെ വെന്ത് കണ്ടോ. പരിപ്പ് മിക്സിക്കകത്തൊന്നും അടിക്കരുത്, മറിച്ച് ഒന്ന് വിസ്ക് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം. മിക്സ് ചെയ്യണം. പരിപ്പ് വെച്ച് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം, ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ ആ ബ്ലെൻഡർ ഒന്ന് റിൻസ് ചെയ്ത് അതും കൂടെ ഒഴിക്കുകയാണ്. അതൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാവൂ. ആദ്യം നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചതാണ്. ഇപ്പോൾ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു. അപ്പോൾ നമുക്ക് 3.5 കപ്പ് വെള്ളമാണ് ആകെ ഉപയോഗിച്ചത് 1 കപ്പ് പരിപ്പിന്. ഇപ്പോൾ ഈ അരപ്പിട്ടതിന് ശേഷം അത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് കാണാമല്ലോ, തിളയ്ക്കുന്ന കാണാമല്ലോ. അപ്പോൾ നമുക്കിനി അത് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ച് ഇനി കടുക് വറുത്ത്, പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടുകിടാം. കടുക് ഇടുന്ന ഉടനെ തന്നെ അത് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഇടാം. പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ ഇടണം, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. അതിനോടൊപ്പം തന്നെ നമുക്ക് തേങ്ങായും ഇടാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഗാർണിഷിങ്ങും കൂടെ കഴിയുന്നുണ്ട്. പരിപ്പ് കറി വേറൊരു ലെവലിലേക്കാകും. ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. പൊട്ടാനുള്ള കടുക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കോളൂ. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം, മുളകിടാം. തീ ഓഫ് ചെയ്യാം, കാരണം ഓൾറെഡി അത് ബ്രൗൺ കളർ ആയല്ലോ. ഇനി ഇതിനകത്തൊരു ചെറിയ പൊടിക്കൈയും കൂടെ ഉണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഇടുന്നത്. പരിപ്പ് കറിയുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, പക്ഷേ അതിനൊരു ഫ്ലേവറും കൊടുക്കും, കാര്യം എണ്ണയ്ക്കകത്ത് ഇടുന്നത് കൊണ്ട്. നമ്മളിപ്പോൾ കടുക് ഓർത്ത് ഇടാം. പരിപ്പ് കറിയുടെ ഭാഗങ്ങളൊക്കെ റെഡിയായി. അല്ല, സ്വയംഭൻ പരിപ്പ് കറിയാണ്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.